ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ കാണുന്ന മസാലകളെല്ലാം ഇട്ട ശേഷം നന്നായി വഴറ്റി ഈ ഒനിയൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒനിയൻ ഒരു മിനിറ്റ് ഇളക്കിയ ശേഷം ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ കണക്കിലാട്ടോ നമ്മൾ വെള്ളം എടുക്കുന്നത്. വെള്ളം തിളയ്ക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച ശേഷം ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം നമുക്ക്. അപ്പോൾ തന്നെ നമ്മുടെ റൈസ് ഇതേ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് എണ്ണ ചൂടായ അതിനകത്തേക്ക് കിസ്മിസ്, കാഷ്യൂ, ഒനിയൻ ഇത് മൂന്നും ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഇളക്കിയ ശേഷം മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാം. അതിന് വേണ്ടി ചൂടായ എണ്ണയിലേക്ക് ഓനിയൻ, ജിഞ്ചർ ഗാർലിക്, ഗ്രീൻ ചില്ലി പേസ്റ്റും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ഇളക്കിയ ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയ ശേഷം അതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും ഒരു 3 തക്കാളി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ യോഗട്ടും കൂടി ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമുക്ക് ലെമൺ സ്ക്യൂസ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഫ്രൈഡ് ഓനിയൻ ക്രഷ് ചെയ്തും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ സെറ്റായിട്ടോ. അപ്പം റൈസും ചിക്കനും സെറ്റായ സ്ഥിതിക്ക് നമുക്കിനി ഇത് ദം ചെയ്യാം. ഈ കാണുന്ന പോലെ ചിക്കൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ റൈസ് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുത്ത് പിന്നെ അതിനകത്തേക്ക് ഗീ, ഫ്രൈഡ് ഓനിയൻസ്, കാഷ്യൂ, കിസ്മിസ്, കൊറിയാണ്ടർ ലീവ്സ്, ഗരം മസാല ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം എഗെയിൻ ഒരു ലെയർ ഓഫ് റൈസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ ഓഫ് റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കളറിന് മിൽക്കും അതേപോലെ കുങ്കുമപ്പൂവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് വേണമെങ്കിൽ നമുക്കൊന്ന് ചേർക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടറും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിവിടെ റോസ് വാട്ടറും മഞ്ഞൾപ്പൊടിയാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇട്ട എല്ലാ സാധനങ്ങളും ലെയർ ബൈ ലെയറായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇത് അടച്ചു വയ്ക്കാം. ഒരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ വേണം കേട്ടോ ഇത് അടച്ചു വയ്ക്കാനായിട്ട്. അതും ഒരു ലോ ഫ്ലെയിമിൽ വേണം അടച്ചു വയ്ക്കാനായിട്ട്. നമ്മൾ ദം ചെയ്തിട്ടുള്ള ബിരിയാണി നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നാട്ടോ തുറന്ന് നോക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി ഇതേപ്പം റെഡി ആയിട്ടിരിക്കുകയാണ്. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.